നമ്മൾ കുറച്ച് സ്പീഡിൽ പോയില്ല എങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും തീർക്കാൻ നിങ്ങൾക്ക് എല്ലാം കിട്ടൂല. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ഞാൻ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഒന്നും കൂടി ആവർത്തിക്കാം. ഉപശാഖാവാദം. എന്താണ് ഉപശാഖാവാദം എന്ന് പറയുന്നത്? ദ്രാവിഡ ഭാഷകളിൽ മലയാളം തമിഴിനോടാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, അല്ലെ? ദ്രാവിഡ ഭാഷകളിൽ മലയാളത്തിന് ഏറ്റവും കൂടുതൽ അടുപ്പം തമിഴിനോടാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഉപശാഖാവാദം. തമിഴിന്റെ ഉപശാഖയാണ് മലയാളം എന്നുള്ള വാദം, അല്ലെ? അപ്പൊ അതില് പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണ്? കാൽബൽ, നമുക്ക് ഒരു സംശയം ഇല്ലാണ്ട് പറയാൻ പറ്റും. കാൽബൽ, ഗുണ്ടർട്ട്, AR, പി ശങ്കരൻ നമ്പ്യാർ, LVR, LV രാമസ്വാമി അയ്യർ, LVR, പി ഗോവിന്ദപിള്ള, പി ഗോവിന്ദപിള്ള. കാൽബല്, ഗുണ്ടർട്ട്, AR, പി ശങ്കരൻ നമ്പ്യാർ, LVR, പി ഗോവിന്ദപിള്ള. ആന്ത്രനോവും ഷൂൾബ്ലോക്കും ഉപശാഖാവാദത്തിന്റെ വക്താക്കളാണെന്നാണ് പറയപ്പെടുന്നത്. ആന്ത്രനോവും ഷൂൾബ്ലോക്കും, ആന്ത്രനോവ്, ഷൂൾബ്ലോക്ക്. അപ്പോ ഉപശാഖാവാദം എന്ന് പറയുന്നത് ദ്രാവിഡ ഭാഷകളില് മലയാളത്തിന് ഏറ്റവും അടുപ്പം തമിഴിനോടാണ് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറയുന്നത് കാൽബല്, ഗുണ്ടർട്ട്, AR, പി ശങ്കരൻ നമ്പ്യാർ, LVR, പി ഗോവിന്ദപിള്ള, ആന്ത്രനോവ്, ഷൂൾബ്ലോക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്തത് മിശ്ര ഭാഷാ സിദ്ധാന്തം. മിശ്ര ഭാഷാ സിദ്ധാന്തം അല്ലെങ്കിൽ മിശ്ര ഭാഷാവാദം ആരാണ് അവതരിപ്പിച്ചത്? ഇളംകുളമാണ്, അല്ലെ? അതിന്റെ ഒരു ചോദ്യമാണ് നമ്മളിപ്പോ കണ്ടത്, അല്ലെ? ഭാഷോൽപത്തി ചർച്ചയിൽ മിശ്രവാദം അവതരിപ്പിച്ചത്. ചെന്തമിഴും സംസ്കൃതവും ചേർന്ന് മലയാളം ഉണ്ടായി എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. ചെന്തമിഴും സംസ്കൃതവും ചേർന്നിട്ടാണ് മലയാളം ഉണ്ടായത് എന്നതാണ് മിശ്രമായിട്ടുള്ളതാണ്, അല്ലെ? ചെന്തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും മിക്സ് ആയിട്ടാണ് മലയാളം ഉണ്ടായതെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇളംകുളം. അപ്പൊ മിശ്ര ഭാഷാവാദം ഇളംകുളമാണ് എന്ന് ഓർക്കുക. അടുത്തത് പൂർവ തമിഴ് മലയാള വാദം. പൂർവ തമിഴ് മലയാള വാദം. കപിൽ സ്വലബ്, M ഗോവിന്ദൻ, SV ഷൺമുഖം. ഇവര് പറയുന്നത്, ഈ പൂർവ തമിഴ് മലയാളവാദത്തിന്റെ വക്താക്കൾ പറയുന്നത്, പൂർവ തമിഴ് മലയാളം എന്ന ഒരു പൊതു ഭാഷാഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് പൂർവ തമിഴ് മലയാളത്തിന്റെ വക്താക്കൾ വാദിക്കുന്നത്. ഓർത്തു വെക്കുക, പൂർവ തമിഴ് മലയാളം എന്ന ഒരു പൊതുഭാഷാഘട്ടം ഉണ്ടായിരുന്നു. അതാണ് പൂർവ തമിഴ് മലയാളത്തിന്റെ വക്താക്കളുടെ വാദം എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഭാഷോൽപത്തി വാദങ്ങളുടെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന വളരെ കുറച്ച് പോയിന്റുകൾ അതിന്റെ വക്താക്കൾ ആരൊക്കെ എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ ഓരോ വാദങ്ങളുമായി ബന്ധപ്പെട്ട എതിർവാദങ്ങളും വിശദീകരണങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, അത്യാവശ്യം വേണ്ട വിവരങ്ങൾ മാത്രമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഇനി ഒന്നും കൂടി ആവർത്തിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. പക്ഷെ അടുത്ത ചോദ്യം, ഇരയിമ്മൻ തമ്പിയുടേതല്ലാത്ത ആട്ടക്കഥ. ഇരയിമ്മൻ തമ്പിയുടേതല്ലാത്ത ആട്ടക്കഥ. കാലകേയവധം, കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം. എന്താണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്? ഇരയിമ്മൻ തമ്പിയുടേതല്ലാത്ത ആട്ടക്കഥയാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഏതാണ്? കാലകേയവധം. എല്ലാരും പറയുന്നുണ്ട് കാലകേയവധമാണ്. കാലകേയവധം ആരാണ് രചിച്ചിരിക്കുന്നത്? കോട്ടയത്ത് തമ്പുരാന്റേതാണ് കാലകേയവധം ആട്ടക്കഥ, അല്ലെ? അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ആട്ടക്കഥ, കഥകളിയുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദീകരണങ്ങൾ പറയാം. അടുത്ത ചോദ്യം, അവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, ചേരുംപടി ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലെ? പട്ടിക 1 കീചകവധം, പട്ടിക 2 എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? വയസ്കരമൂസ്, ഭഗവധം ഇരയിമ്മൻ തമ്പി, ദുര്യോധനവധം വി കൃഷ്ണൻ തമ്പി,
താടകാവധം കോട്ടയത്ത് തമ്പുരാൻ, പിന്നെ അശ്വതി തിരുനാളിനെയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള ഗണം ഏത്, ശരിയായിട്ട് ചേരുന്നത് ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കീചകവധം ഏത് എന്ന് നമുക്കറിയാം. ഏതാണ് ഓപ്ഷൻ പട്ടികയിൽ ഏതാണ്? ഇരയിമ്മൻ തമ്പിയാണ്. വെരി ഗുഡ്, ഇരയിമ്മൻ തമ്പി. ഭഗവതം, ഭഗവതം ആരുടേതാണ്? ഭഗവതം ഭഗവതം കോട്ടയത്ത് തമ്പുരാനാണ്. കോട്ടയത്ത് തമ്പുരാൻ. ദുര്യോധനവധോ? ദുര്യോധനവധം വെരി ഗുഡ്, വയസ്കര മൂസ്. താടകാവധം വി കൃഷ്ണൻ തമ്പി. ശരിയാണ്. അപ്പം കീചകവധം ഇരയിമ്മൻ തമ്പി, ഭഗവതം കോട്ടയത്ത് തമ്പുരാൻ, ദുര്യോധനവധം വയസ്കര മൂസ്, താടകാവധം വി കൃഷ്ണൻ തമ്പി. താടകാവധം വി കൃഷ്ണൻ തമ്പി. അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. താഴെ കൊടുക്കുന്ന ആട്ടക്കഥകളിൽ കോട്ടയം കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? കോട്ടയം കൃതികളിൽ ഉൾപ്പെടാത്ത ആട്ടക്കഥ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻ എ കല്യാണ സൗഗന്ധികം, ഓപ്ഷൻ ബി കിർമീരവധം, ഓപ്ഷൻ സി നിവാത കവച കാലകേയവധം, ഓപ്ഷൻ ഡി രാജസൂയം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എല്ലാം പറഞ്ഞു. രാജസൂയം, രാജസൂയം. വെരി ഗുഡ്, രാജസൂയം. രാജസൂയം ആരാണ് രചിച്ചിരിക്കുന്നത് അറിയോ? കാർത്തിക തിരുനാളിൻ്റെതാണ് രാജസൂയം എന്ന് പറയുന്ന ആട്ടക്കഥ. അപ്പൊ കോട്ടയം തമ്പുരാന്റെ കൃതികളാണ് കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വിശദമായി തന്നെ ഈ ആവർത്തിച്ചു വരുന്ന ആട്ടക്കഥകളെയും അതുപോലെ തന്നെ ആട്ടക്കഥകളെയും അത് രചിച്ചിരിക്കുന്നത് ആരെന്നൊക്കെ ഒന്ന് നോക്കാം. കോട്ടയം തമ്പുരാന്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം. എല്ലാവർക്കും അറിയുമല്ലോ. അറിയാത്തവർ എഴുതിയെടുത്തോളൂ. ഭഗവതം. ഭഗവതത്തിൽ ആരാണ് പ്രധാന കഥാപാത്രം? ഭഗവതം ഭീമൻ. ഭഗവതം ഭീമൻ. കല്യാണ സൗഗന്ധികത്തിലും ആര് തന്നെയാണ്? കല്യാണ സൗഗന്ധികം ഭീമൻ. കിർമീരവധം. കിർമീരവധത്തിലും ആരാണ്? യുധിഷ്ഠിരൻ. കിർമീരവധം യുധിഷ്ഠിരൻ. നിവാത കവച കാലകേയവധം. നിവാത കവച കാലകേയവധം. അതിലാരാണ് പ്രധാന കഥാപാത്രം? അർജുനൻ. ഇതിലെ ഓരോ കൃതികളും അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരാണെന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയാത്തവർ എഴുതിയെടുക്കണം. ഭഗവതം ഭീമൻ, കല്യാണ സൗഗന്ധികം ഭീമൻ, കിർമീരവധം യുധിഷ്ഠിരൻ, നിവാത കവച കാലകേയവധം അർജുനൻ. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഭഗവതത്തിലും കല്യാണ സൗഗന്ധികത്തിലും ഭീമനാണ്, കിർമീരവധത്തില് യുധിഷ്ഠിരനാണ്, നിവാത കവച കാലകേയവധത്തില് അർജുനനാണ്. അപ്പൊ ഇതുകൂടാതെ ഈ 4 അട്ടക്കഥകളെയും വെച്ച് കാലഗണനാക്രമത്തിൽ എഴുതാനും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. കാലഗണനാക്രമത്തിൽ ഞാനിപ്പോ പറഞ്ഞ ഓർഡർ തന്നെയാണ്. ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം. നമുക്ക് തെറ്റിപ്പോവാതെ എങ്ങനെ ഓർത്തു വെക്കാം? ഭഗകിനി എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാല് നമുക്ക് കോഡായിട്ട് ഭഗകിനി, ഈ ഓരോ അട്ടക്കഥകളുടെയും ആദ്യത്തെ അക്ഷരം ഭഗ കിനി എന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാല് കാലഗണനാക്രമം അതിൽ തന്നെ വന്നു. അപ്പൊ നമുക്ക് ഒരു സംശയവും കൂടാതെ പിന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കോട്ടയം തമ്പുരാന്റെ അട്ടക്കഥകളുടെ കാലഗണനാക്രമം ഭഗ കിനി. ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം. പാഞ്ചാല രാജതനയെ എന്നുള്ള വരികൾ ഏതിലാ വരുന്നത്? പാഞ്ചാല രാജതനയെ, അത് കല്യാണ സൗഗന്ധികത്തിലാണ്. കല്യാണ സൗഗന്ധികം പാഞ്ചാല രാജതനയെ. സുലളിത പദവിന്യാസ രുചിലാലങ്കാര ശാലിനി എന്ന് തുടങ്ങുന്നത് ഏതിലാണ്? നിവാത കവച കാലകേയവധം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്.
വ്യാസൻ കഥാപാത്രമായി വരുന്ന ആട്ടക്കഥ ഏത്? വ്യാസൻ കഥാപാത്രമായി വരുന്ന ആട്ടക്കഥ ഏത്? ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ പറയാം. ആർക്കെങ്കിലും അറിയോ? അപ്പൊ ഞാൻ പറയാം. ഭഗവതത്തിലാണ് വ്യാസൻ കഥാപാത്രമായി വരുന്നത്. വ്യാസൻ കഥാപാത്രമായി വരുന്നത് ഭഗവതത്തിലാണ്. ഭഗവതത്തിലെ പ്രധാന കഥാപാത്രമാരാണ്? ഭീമനാണ്. കിർമീരവധത്തില് സിംഹികയുടെ വേഷം എന്ന് പറയുന്നത് നിണവേഷമാണ്. കിർമീരവധത്തില് സിംഹികയുടെ വേഷം നിണവേഷം. ഇതൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. വ്യാസൻ കഥാപാത്രമായി വരുന്ന ആട്ടക്കഥ ഏത്? ഭഗവതമാണ്. കിർമീരവധത്തിൽ സിംഹികയുടെ വേഷം ഏത്? അല്ലെങ്കിൽ സിംഹിക നിണവേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏത് ആട്ടക്കഥ? കിർമീരവധം. കാടേ നമുക്ക് ഗതി. കാടേ നമുക്ക് ഗതി എന്നുള്ള വരികൾ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? ഭഗവതത്തിലാണ്. കാടേ നമുക്ക് ഗതി ഭഗവതത്തിലാണ്. ഇത് ആര് ആരോട് പറയുന്നു? അർജുനൻ യുധിഷ്ഠിരനോട്. അർജുനൻ യുധിഷ്ഠിരനോട് പറയുന്നതാണ് കാടേ നമുക്ക് ഗതി. അർജുനൻ ധർമ്മപുത്രരോട് യുധിഷ്ഠിരനോട് പറയുന്നതാണ് കാടേ നമുക്ക് ഗതി. ഇനി ഒന്നും കൂടി ഇത് ആവർത്തിക്കണ്ടല്ലോ. ഞാൻ അടുത്ത ഒരു ആട്ടക്കഥകളെ കുറിച്ച് പറയാം. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ഏതാണ്? രാജസൂയം എന്നുള്ള ആട്ടക്കഥ രചിച്ചിരിക്കുന്നത് ആര്? അല്ലെ? കാർത്തിക തിരുനാളാണ് രാജസൂയം എന്ന് പറയുന്ന ആട്ടക്കഥ രചിച്ചിരിക്കുന്നത്. കാർത്തിക തിരുനാളിൻ്റെതാണ് രാജസൂയം. കാർത്തിക തിരുനാളിന്റെ മറ്റേതൊക്കെ ആട്ടക്കഥ അറിയാം നിങ്ങൾക്ക്? ഞാൻ പറയാം. സുഭദ്രാഹരണം. സുഭദ്രാഹരണം. കാർത്തിക തിരുനാൾ സുഭദ്രാഹരണം. ഇദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? വഞ്ചീന്ദ്രൻ. വഞ്ചീന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കാർത്തിക തിരുനാളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥയാണ് സുഭദ്രാഹരണം. ഭഗവതം, കല്യാണ സൗഗന്ധികം. നിങ്ങൾ ഓർത്തു നോക്കൂ. കല്യാണ സൗഗന്ധികം എന്നുള്ള പേരില്, ഭഗവതം എന്നുള്ള പേരില് കാർത്തിക തിരുനാളും ആട്ടക്കഥ രചിച്ചിട്ടുണ്ട്. അപ്പം ഭഗവതം, കല്യാണ സൗഗന്ധികം എന്നൊക്കെ പേര് നൽകിയിട്ട് കോട്ടയം തമ്പുരാന്റെ പേര് അവിടെ കാണുന്നില്ല എങ്കിൽ, ഇതേപോലെ ചേരുമ്പടി ചേർക്കാൻ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത് ആരുടെ കൃതിയാണ്? അപ്പോ കാർത്തിക തിരുനാളിന്റെ കൃതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഒന്നും കൂടി പറയാം. സുഭദ്രാഹരണം, ഭഗവതം, കല്യാണ സൗഗന്ധികം, രാജസൂയം. ഇനി ഇദ്ദേഹം നരകാസുരവധം എന്നുള്ള ഒരു ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്. നരകാസുരവധം. ഇത് പൂർണ്ണമല്ല. നരകാസുരവധം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നരകാസുരവധം എഴുതിയിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചത് അശ്വതി തിരുനാളാണ്. നരകാസുരവധം അപൂർണമാണ്. അത് പൂർത്തീകരിച്ചത് അശ്വതി തിരുനാളാണ്. അതും കൂടി ഓർത്തു വെക്കുക. നരകാസുരവധം കാർത്തിക തിരുനാളിന്റെ ആട്ടക്കഥയാണ്. അദ്ദേഹം വഞ്ചീന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് സുഭദ്രാഹരണം, ഭഗവതം, കല്യാണ സൗഗന്ധികം, രാജസൂയം എന്നിങ്ങനെയുള്ള ആട്ടക്കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം അപൂർണമാക്കിയ ഒരു ആട്ടക്കഥയാണ് നരകാസുരവധം എന്ന് പറയുന്നത്. നക്രതുണ്ടി എന്ന നിണവേഷം കാണുന്നത് നരകാസുരവധം ആട്ടക്കഥയിലാണ്. ഇത് ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നക്രതുണ്ടി എന്ന നിണവേഷം കാണുന്നത് ഏത് ആട്ടക്കഥയിൽ? ഏതാണ്? നരകാസുരവധം. നരകാസുരവധം. ഇനി കാർത്തിക തിരുനാള് ഒരു നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയോ അതിന്റെ പേര്? കാർത്തിക തിരുനാൾ രചിച്ച നാട്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയോ? സംശയാണ്. ബാലരാമഭാരതമാണോ? അതെ, ശരിയാണ്. ഉത്തരം ശരിയാണ്. ബാലരാമഭാരതം. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരെന്നറിയോ? ഓർമ്മയില്ല. വി എസ് ശർമ്മയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ബാലരാമഭാരതം എന്ന് പറയുന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? കാർത്തിക തിരുനാളാണ്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? വി എസ് ശർമ്മ. വി എസ് ശർമ്മയാണ് ബാലരാമഭാരതം മലയാളത്തിലേക്ക്
വിവർത്തനം ചെയ്തത്. രണ്ടും എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു അട്ടക്കഥാകൃത്തിന്റെ കൃതികൾ നോക്കാം. അശ്വതി തിരുനാൾ. അശ്വതി തിരുനാളിന്റെ അട്ടക്കഥകളെ കുറിച്ചാണ് പറയുന്നത്. പൗണ്ഡ്രകവധം, പൗണ്ഡ്രകവധം, രുക്മിണി സ്വയംവരം, പൗണ്ഡ്രകവധം, രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, പൗണ്ഡ്രകവധം, രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അംബരീഷ ചരിതം, അംബരീഷ ചരിതം. ഈ അംബരീഷ ചരിതത്തിലാണ് യവനൻ കഥാപാത്രമായിട്ട് വരുന്നത്. യവനൻ കഥാപാത്രമായിട്ട് വരുന്ന ആട്ടക്കഥയാണ് അംബരീഷ ചരിതം. അംബരീഷ ചരിതം, യവനൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കാർത്തിക തിരുനാൾ നരകാസുരവധം രചിച്ചു. അത് അപൂർണമായിരുന്നു. ആ അപൂർണമായിരുന്ന നരകാസുരവധത്തെ പൂർത്തിയാക്കിയത് അശ്വതി തിരുനാളാണ്. കാർത്തിക തിരുനാൾ രചിച്ച നരകാസുരവധത്തെ പൂർത്തിയാക്കിയത് അശ്വതി തിരുനാളാണ്. അപ്പൊ അശ്വതി തിരുനാളിന്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ ഏതൊക്കെയാ? പൗണ്ഡ്രകവധം, രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അംബരീഷ ചരിതം. അതിൽ യവനൻ കഥാപാത്രമായി വരുന്നു. നരകാസുരവധം പൂർത്തീകരിച്ചു. ഇനി ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ആട്ടക്കഥകളെ കൂടി നമുക്ക് നോക്കാം. കരീന്ദ്രൻ. കരീന്ദ്രൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുരാൻ. കരീന്ദ്രൻ എന്നറിയപ്പെടുന്നു. വഞ്ചീന്ദ്രൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? കാർത്തിക തിരുനാൾ. കരീന്ദ്രൻ എന്നറിയപ്പെടുന്നത് കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുരാനാണ്. ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ആട്ടക്കഥയാണ് രാവണ വിജയം. രാവണ വിജയം. കരീന്ദ്രൻ എന്നറിയപ്പെടുന്നത് കിളിമാനൂർ വിദ്വാൻ കോയിത്തമ്പുരാനാണ്. അദ്ദേഹത്തിന്റെ ആട്ടക്കഥയാണ് രാവണ വിജയം. നമുക്ക് ഇരയിമ്പൻ തമ്പിയുടെ ആട്ടക്കഥകൾ നോക്കാം. ഇരയിമ്പൻ തമ്പിയുടെ ആട്ടക്കഥകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നതാണ്, അറിയുന്നതാണ്. എന്നാലും ചിലപ്പോൾ നമ്മൾ വെപ്രാളം കൊണ്ട് എന്ത് ചെയ്യും? എക്സാമിന് തെറ്റിക്കും. അപ്പൊ അങ്ങനെ തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉത്തരം അറിയുന്ന ആവേശത്തില് ഏതെങ്കിലും ഓപ്ഷൻ കൊണ്ടുപോയിട്ട് എഴുതരുത്. ഇരയിമ്പൻ തമ്പിയുടെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ എന്ന് പറയുന്നത് ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം, കീചകവധം. ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം, കീചകവധം. ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം, കീചകവധം. ഉത്തരാ സ്വയംവരത്തില് കേകിയാട്ടം. ഉത്തരാ സ്വയംവരത്തിലാണ് കേകിയാട്ടം ഉള്ളത്. അതുപോലെ തന്നെ ഏകലോചനം എന്ന് പറയുന്ന അഭിനയ സമ്പ്രദായം, ഒരേ സമയം രണ്ടു ഭാവങ്ങൾ മുഖത്ത് വരുത്തി അവതരിപ്പിക്കുന്ന ഏകലോചനം എന്നുള്ള അഭിനയ സമ്പ്രദായം വരുന്നത് ഉത്തരാ സ്വയംവരത്തിലാണ്. ഈ ഏകലോചനം എന്നുള്ള അഭിനയ രീതി കാഴ്ചവെക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ദുര്യോധനാണ്. ദുര്യോധനാണ് ഏകലോചനം എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു അഭിനയ രീതി ദുര്യോധൻ എന്നുള്ള കഥാപാത്രവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പം കേകിയാട്ടം ഉത്തരാ സ്വയംവരം, ഏകലോചനം എന്നുള്ള അഭിനയ സമ്പ്രദായം വരുന്നത് ഉത്തരാ സ്വയംവരം. കുമ്മി, വീരവിരാട കുമാര വിഭോ എന്ന് പറയുന്ന കുമ്മി വരുന്നതും ഉത്തരാ സ്വയംവരത്തിലാണ്. കേകിയാട്ടം, ഏകലോചനം, കുമ്മി, ഇത് മൂന്നും ഉത്തരാ സ്വയംവരമാണ്. ഓർത്തു വെക്കുക, ഉത്തരാ സ്വയംവരം. ഇനി ക്ഷോണീന്ദ്ര പത്നിയുടെ വാണി നിശമ്യ തുടങ്ങിയ എന്നുള്ള ദണ്ഡകം പ്രത്യക്ഷപ്പെടുന്നത് ഏതിലാണ്? കീചകവധം. ക്ഷോണീന്ദ്ര പത്നിയുടെ എന്ന് തുടങ്ങുന്ന ദണ്ഡകം പ്രത്യക്ഷപ്പെടുന്നത് ഏതിലാണ്? കീചകവധത്തിലാണ്. അടുത്തത് താടകാവധം. താടകാവധം ആരാണ്? വി കൃഷ്ണൻ തമ്പിയാണ്. വി കൃഷ്ണൻ തമ്പിയാണ് താടകാവധം. കഥകളി ക്ലബ്ബ് സ്ഥാപിച്ചത് ആരാണ്? വി കൃഷ്ണൻ തമ്പിയാണ്. കഥകളി ക്ലബ്ബ് സ്ഥാപിച്ചത് വി കൃഷ്ണൻ തമ്പിയാണ്. അപ്പൊ ഈ താടകാവധത്തിലെ ചില പരീക്ഷകളിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള വരി ഞാനൊന്ന് പറയാം. ഗോമേത പരയാഗ രക്ഷണി ചെയ്കയാലെ. ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ലോ ആക്കാം. ഗോമേത പരയാഗ രക്ഷ നീ ചെയ്കയാലെ. ഗോമേത പരയാഗ രക്ഷ നീ ചെയ്കയാലെ ഗോകുലം തന്നിലെ. ഗോകുലം തന്നിലെ, അടുത്ത വരിയാണ്. ഗോകുലം തന്നിലെ വന്നു നീ ജനിക്കണം. ഗോകുലം തന്നിലെ
വന്നു നീ ജനിക്കണം. ഗോമേത പരയാഗ രക്ഷ നീ ചെയ്കയാലേ ഗോകുലം തന്നിലെ വന്നു നീ ജനിക്കണം. പിന്നെ നമുക്ക് ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് തന്നെ നളചരിതവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യാഖ്യാനങ്ങളൊന്ന് നോക്കാം. പിന്നെ നളചരിതത്തിലുള്ള പ്രധാനപ്പെട്ട വരികള്, അത് ഏത് കഥാപാത്രം ആരോട് പറയുന്നു എന്നുള്ളത്, അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. കാരണം അതൊക്കെ പരീക്ഷയിൽ ആവർത്തിച്ച് വരുന്നതാണ്. സമയം ഉണ്ടെങ്കിൽ നമ്മള് ഇനി വരുന്ന ക്ലാസ്സിൽ ചിലപ്പോൾ അത് ഡിസ്കസ് നമുക്ക് ചെയ്യാം. അപ്പം ഇന്ന് നമുക്ക് നളചരിത വ്യാഖ്യാനങ്ങളും കൂടി ഒന്ന് പഠിക്കാം. നളചരിത വ്യാഖ്യാനങ്ങൾ. നളചരിത സാരശോധന. നളചരിത സാരശോധന ആരാണ് രചിച്ചിരിക്കുന്നത്? നളചരിതത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത്. നളചരിത സാരശോധന ഗുണ്ടർട്ട്. നളചരിത സാരശോധന ഗുണ്ടർട്ട്. കാന്താരതാരകം. കാന്താരതാരകം AR. നളചരിത സാരശോധന ഗുണ്ടർട്ട്. കാന്താരതാരകം AR. സഹൃദയ രഞ്ജിനി. സഹൃദയ രഞ്ജിനി R. നാരായണ പണിക്കർ. നളചരിത സാരശോധന ഗുണ്ടർട്ട്. കാന്താരതാരകം AR. സഹൃദയ രഞ്ജിനി R. നാരായണ പണിക്കർ. രസിക കൗതുകം. രസിക കൗതുകം MH ശാസ്ത്രികൾ. രസിക കൗതുകം MH ശാസ്ത്രികൾ. ദീപിക. ദീപിക ദേശമംഗലത്ത് രാമവാര്യർ. ദീപിക ദേശമംഗലത്ത് രാമവാര്യർ. നളചരിത സാരശോധന ഗുണ്ടർട്ട്. കാന്താരതാരകം AR. സഹൃദയ രഞ്ജിനി R. നാരായണ പണിക്കർ. രസിക കൗതുകം MH ശാസ്ത്രികൾ. ദീപിക ദേശമംഗലത്ത് രാമവാര്യർ. നളചരിത വ്യാഖ്യാനം. നളചരിത വ്യാഖ്യാനം ഇളംകുളം. കൈരളി വ്യാഖ്യാനം പത്മന രാമചന്ദ്രൻ നായർ. നളചരിത വ്യാഖ്യാനം ഇളംകുളം. കൈരളി വ്യാഖ്യാനം പത്മന രാമചന്ദ്രൻ നായർ. ഈ കൈരളി വ്യാഖ്യാനത്തിന്, പത്മനയുടെ കൈരളി വ്യാഖ്യാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നളചരിത സാഹിത്യം, അരങ്ങ് എന്നിവയൊക്കെ പ്രതിപാദിക്കുന്ന കൃതി കൂടിയാണ്. നളചരിതത്തിന്റെ സാഹിത്യത്തെ കുറിച്ചിട്ടും അതിന്റെ അരങ്ങിനെ കുറിച്ചും തുടങ്ങിയ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതിനെ പരിശോധിക്കുന്ന കൃതിയാണ് കൈരളി വ്യാഖ്യാനം പത്മന രാമചന്ദ്രൻ നായർ. ഒന്നും കൂടി പറയാം നളചരിത വ്യാഖ്യാനങ്ങള്. നളചരിത സാരശോധന ഗുണ്ടർട്ട്. കാന്താരതാരകം AR. സഹൃദയ രഞ്ജിനി R. നാരായണ പണിക്കർ. രസിക കൗതുകം MH ശാസ്ത്രികൾ. ദീപിക ദേശമംഗലത്ത് രാമവാര്യർ. നളചരിത വ്യാഖ്യാനം ഇളംകുളം. കൈരളി വ്യാഖ്യാനം പത്മന രാമചന്ദ്രൻ നായർ. ഇത് നളചരിത സാഹിത്യം, അരങ്ങ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുകൂടി വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കൈരളി വ്യാഖ്യാനം. നളചരിതത്തിലൂടെ. നളചരിതത്തിലൂടെ കുട്ടിക്കൃഷ്ണമാരാർ. നളചരിതത്തിലൂടെ കുട്ടിക്കൃഷ്ണമാരാർ. നളചരിതത്തിലൂടെ കുട്ടിക്കൃഷ്ണമാരാർ. നളചരിത സന്ദേശം. നളചരിത സന്ദേശം ഐമനം കൃഷ്ണ കൈമൾ. നളചരിത സന്ദേശം ഐമനം കൃഷ്ണ കൈമൾ. നളചരിത സന്ദേശം ഐമനം കൃഷ്ണ കൈമൾ. നളചരിതം ആട്ടപ്രകാരം. നളചരിതം ആട്ടപ്രകാരം കലാമണ്ഡലം കൃഷ്ണൻ നായർ. നളചരിതം ആട്ടപ്രകാരം കലാമണ്ഡലം കൃഷ്ണൻ നായർ. അപ്പൊ ഒന്നും കൂടി നോക്ക്. നളചരിതത്തിലൂടെ ആരാണ് രചിച്ചിരിക്കുന്നത്? ആരാണ്? മാരാർ. മാരാർ. നളചരിതത്തിലൂടെ മാരാർ. നളചരിത സന്ദേശം ആരാണ്? ഐമനം. ഐമനം കൃഷ്ണ കൈമൾ. നളചരിതം ആട്ടപ്രകാരം ആരാണ് രചിച്ചിരിക്കുന്നത്? കലാമണ്ഡലം കൃഷ്ണൻ നായർ. കലാമണ്ഡലം കൃഷ്ണൻ നായർ. അപ്പൊ ഏകദേശം ഒരു 8 ക്വസ്റ്റ്യനും അതിനോടനുബന്ധിച്ച് വരുന്ന വിശദീകരണങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള അതിന് അനുബന്ധമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്.
ഏത് പരീക്ഷ പേപ്പർ എടുത്തു നോക്കിയാലും ഇത്തരം കാര്യങ്ങൾ വളരെയധികം ആവർത്തിച്ച് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. മാഷേ, അപ്പൊ ഇന്നത്തേക്ക് നിർത്താം അല്ലെ. ഇനിയിപ്പം ഇതില് എഴുതാൻ വിട്ടുപോയതോ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഒന്നും കൂടി പറയാം. ഏതെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുള്ളതുണ്ടോ? ഇല്ല, എല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്നലെ അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങള് ഇന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പഠിക്കുക. അപ്പൊ അതിൽ ഞാൻ ഫോക്ലോറിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇത് മറ്റേ തെക്കൻ പാട്ട്, വടക്കൻ പാട്ട്, പിന്നെ അതുപോലെ തന്നെ അനുഷ്ഠാന കലകള്, ആ കലകള് അവതരിപ്പിക്കുന്നത് എവിടെയാണ് അവതരിപ്പിക്കുന്നത്, അതുപോലെ തന്നെ അത് അവതരിപ്പിക്കുന്ന വിഭാഗം ഏത്, അവര് അനുഷ്ഠാന കലാരൂപം അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏത്, അതെന്തിന്റെ പിന്നെ എന്ത് സാധിക്കാൻ അല്ലെങ്കിൽ എന്താണ് അതിന്റെ വിഷയമായിട്ട് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അനുഷ്ഠാന കലകളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനിയിപ്പം കൂടുതലൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങള് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഗുഡ് നൈറ്റ്.